വില്ലന്റെ പ്രണയം. രചന ലേഡി ഹിറ്റ്ലർ. അവതരണം അഷിക. എനിക്ക് വേണം ഡാഡി അവനെ. ലാവണ്യ ഭ്രാന്തിയെ പോലെ അലറി. അവനെ തിരക്കാനായി എല്ലാവരും പലയിടത്തേക്ക് നടന്നു. ഇതേ സമയം നിലാവനെയും കൊണ്ട് കാറിൻ്റെ അടുത്തെത്തിയിരുന്നു. ആരൊക്കെയോ വരുന്നത് കണ്ട് അവൾ വേഗം വണ്ടിയെടുത്തു. അപ്പോഴും ഒന്നും അറിയാതെ നിഷ്കളങ്കമായി ഉറങ്ങുകയായിരുന്നു ഈശ്വർ. ഡ്രൈവിങ്ങിനിടയിൽ അവൾ അകിനെ വിളിച്ചു. അയ്യോ നില, ഞാൻ വീട്ടിലില്ല, ഇപ്പൊ തിരുവനന്തപുരത്താണ്, വീട്ടിലേക്ക് വന്നോളൂ, താക്കോൽ അവന്റെ കയ്യിലുണ്ട്. അവൾ ഒരുവിധം അവന്റെ വീട്ടിലെത്തി. വാതിൽ തുറന്ന് അകത്ത് കയറി വാതിലകത്ത് നിന്ന് അടച്ചു. വിശാലമായ ആ വീടിനകത്ത് അവന്റെ റൂം അറിയാതെ അവൾ കുഴങ്ങി. അവനെ അടുത്തുള്ള സെറ്റിയിലിരുത്തി ഗ്ലാസ്സിൽ വെള്ളവുമായി വന്നു. ഈശ്വർ, കണ്ണു തുറക്ക്. അവനെ തട്ടി പിടിച്ചു. കണ്ണുകൾ തുറന്നവൻ മുന്നിൽ നിൽക്കുന്ന നിലയെ ആകമാനം നോക്കി. അവൾ നീട്ടിയ വെള്ളം അനുസരണയോട് കുടിച്ചു. അവന്റെ അപ്പോഴുള്ള നോട്ടം അവൾക്ക് അന്യമായിരുന്നു. ഞാൻ പോവുകയാണ്, നാളെ ഓഫീസിൽ കാണാം. അവൾ എഴുന്നേറ്റത് കയ്യിൽ പിടി വീണു. പെട്ടെന്നായതുകൊണ്ട് തന്നെ അവൾ അവന് മുകളിലേക്ക് വീണു. അവളെ അവൻ ഇറുക്കി പുണർന്നു. അവൾ അവന്റെ നെഞ്ചി കിടന്ന് കുതറി. ഈശ്വർ, വീട്, എന്തായി കാണിക്കുന്നത്, എന്നെ വീട്. എന്നാൽ അവന്റെ ബലിഷ്ഠമായ കൈകളുടെ ഇടയിൽ ഒരു തലി പോലും അവൾക്കിളകാനായില്ല. ഇനിയും എന്നെ വിട്ട് പോകരുത്, ഒറ്റയ്ക്ക് നടന്നു മടുത്തു, എനിക്ക് വേണം എൻ്റെ അമ്മയെ. അവന്റെ തൊണ്ടയിടറിയിരുന്നു. അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി അവൻ പറഞ്ഞു. എനിക്ക് ഭയമാണമ്മേ, സ്നേഹത്തിന് വേണ്ടി ഒരുപാട് അലഞ്ഞിട്ടുണ്ട് ഞാൻ. എന്ന് വരുന്നവരെല്ലാം അവരുടെ ആവശ്യം കഴിയും എന്നെ ഉപേക്ഷിച്ചിട്ട് പോകും. ആകെ അവൻ മാത്രമേ ഉള്ളൂ എനിക്ക്. നില എല്ലാം സൂക്ഷ്മമായി കേട്ടിരുന്നു. കുട്ടികൾ അവരുടെ അമ്മമാരുടെ മടിയിൽ കിടക്കുമ്പോഴും കളിക്കുന്നത് കാണുമ്പോഴല്ല ഞാൻ അമ്മയെ ഓർക്കും. നമ്മുടെ സന്തോഷങ്ങൾ എത്ര പെട്ടെന്ന മറ്റൊരാൾ തട്ടിയെടുത്തത്. വിടില്ലമ്മ ഞാൻ ആരെയും. അമ്മക്ക് എന്നെ വിട്ടു പോകാതിരുന്നൂടെ. അവളുടെ മുഖത്ത് നോക്കി അത് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ ചുവന്നു കലങ്ങിയിരുന്നു. അവന്റെ അവസ്ഥ കണ്ട് യാന്ത്രികമായി അവൾ അവനെ തലയോടി. അവനവളെ സ്വതന്ത്രമാക്കി. അവന്റെ കണ്ണുകളിൽ അവളപ്പോൾ അവന്റെ അമ്മയായിരുന്നു. ലാവണ്യ കലക്കി കൊടുത്തത് മനസ്സിനെ ഉന്മാദാവസ്ഥയിലാക്കുന്നൊരു ഡ്രഗായിരുന്നു. അവന്റെ അവസ്ഥ കണ്ട് അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. എനിക്ക് വിശക്കുന്നു. കുഞ്ഞു കുട്ടികളെപ്പോലെ വയറ്റത്ത് കൈവച്ച് അവൻ പറഞ്ഞു. ഈ അവസ്ഥയിൽ ഈശ്വരനെ വിട്ടിട്ട് പോകാൻ അവളുടെ മനസ്സനുവദിച്ചില്ല. അവൾ ആ സമയം അവനെ കണ്ടത് സ്വന്തം അവസ്ഥയായിരുന്നു. അതറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു, ഇപ്പൊ കൊണ്ടുവരാം. അവൾ അകത്തേക്ക് പോയി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. ഒരു പ്ലേറ്റിൽ നിറയെ ആഹാരവുമായി അവൾ തിരിച്ചു വന്നു. അതവന് നേരെ നീട്ടി. അവൻ കൈ രണ്ടും മാറിൽ പിണച്ചു വെച്ച് വാ തുറന്ന് കാണിച്ചു. അത് കണ്ട് ചിരിച്ചുകൊണ്ട് അവനെ ആഹാരം വായി വെച്ചു കൊടുത്തു. ആ സമയം അവളുടെ ഉള്ളിൽ അവനോടൊരു വാത്സല്യമാണ് നിറഞ്ഞു നിന്നത്. ഓരോ ഉരുളയും അവന് നൽകുമ്പോഴും അവൻ സന്തോഷത്തോടെ വാ തുറന്നു നൽകി. അവസാന ഉരുളയും കൊടുത്തു കഴിഞ്ഞപ്പോൾ അവളുടെ വിരലുകൾ അവൾ നുണഞ്ഞെടുത്തു. അവളുടെ ഉള്ളിൽ കൂടി ഒരു മിന്നൽ കടന്നുപോയി. എങ്കിലും അത് കാര്യമാക്കാതെ അവൾ കൈ കഴുകി അവനെയും കൈ കഴിച്ചു. അവൻ ചൂണ്ടിക്കാണിച്ച റൂമിൽ കൊണ്ടേ കിടത്തി. അവൾ പോകാൻ തുടങ്ങിയതും, പോകല്ലേ, എനിക്ക് അമ്മയുടെ മടിയിൽ കിടക്കണം. അവൾ എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ അവളെ വലിച്ച് അവൻ കട്ടിലിരുത്തി. അവളുടെ വലത്തെ കയ്യിൽ പിടിച്ചവൻ തലവെപ്പിച്ചു. ഇടത്തെ കയ്യിൽ അവൻ തന്റെ വിരലുകൾ കോർത്ത് കിടന്നു. അവളുടെ തലോടലിൽ അവൻ മയങ്ങിപ്പോയി. എപ്പോഴും കട്ടിലിൽ ചാരിയിരുന്ന് അവളും മയങ്ങി. ഈശ്വർ കണ്ണ് ചിമ്മി തുറന്നു. തലക്കൊരു പെരുപ്പ്. ഇന്നലെ നടന്നത് എന്താണെന്ന് അവൻ ഓർക്കാൻ ശ്രമിച്ചു. എന്നാൽ തല പെരുത്തപ്പോ അവൻ കമന്ന് മുഖം താഴേക്ക് പൂഴ്ത്തി. പെട്ടെന്നാണ് അവനത് ശ്രദ്ധിച്ചത്. തലയണയ്ക്ക് നല്ല മിനുസം, മത്ത് പിടിപ്പിക്കുന്ന ഗന്ധവും. അവൻ ആ ഗന്ധം ഉള്ളിലേക്ക് ആവാഹിച്ചെടുത്ത് ഒന്നുകൂടെ മുഖം അവിടേക്ക് പൂഴ്ത്തി. പക്ഷെ അപ്പൊ തന്നെ അവന് ബോധം വന്നു. കണ്ണു തിരുമ്പി നോക്കിയപ്പോൾ അവൻ ആദ്യം കണ്ടത്
പൊക്കിൽ കുഴിയാണ്. ഞെട്ടി എഴുന്നേക്കാൻ നോക്കിയപ്പോൾ മുഖത്തിന് മുകളിലായി ചുവന്ന തുണി. അത് തട്ടിമാറ്റി എഴുന്നേറ്റപ്പോൾ അവൻ കാണുന്നത് ഒന്നും അറിയാതെ ഉറങ്ങുന്ന നിലയെയാണ്. അപ്പൊ ഞാൻ കിടന്നത് നിലയുടെ. അത്രയും ചിന്തിച്ച് അവൻ നോക്കിയപ്പോൾ അവളുടെ വയറിൽ നിന്നും മാറി സാരി കിടക്കുന്ന പുതപ്പെടുത്ത് അവളുടെ മുകളിലേക്കിട്ട് ഇന്നലെ നടന്നത് എത്ര ആലോചിച്ചിട്ടും അവൻ ഓർമ്മ ഒന്നില്ല. എന്തോ ഓർത്ത പോലെ അവൻ കമ്പ്യൂട്ടറിന്റെ അടുത്തേക്ക് വന്ന് അത് ഓണാക്കി ഇന്നലെ നടന്നതിന്റെ CCTV ഫുട്ടേജ് നോക്കി ഓരോന്ന് കാണുക. അവന്റെ മുഖത്ത് പലവിധ ഭാവങ്ങൾ മിന്നിമാഞ്ഞു. നില തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അവന് ബോധ്യമായി. അവൻ അടുക്കളയിലേക്ക് പോയി കോഫി ഇടുകയായിരുന്നു. ഇതേ സമയം നില കണ്ണു തുറന്നു. എവിടെയാണെന്ന് പോലും ഓർക്കാതെ അടുക്കളയിലേക്ക് നടന്നു. ഓ, ഈ വീടിന്റെ അടുക്കളയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് മാറ്റിയോ? അവൾ പിറുപിറുത്ത് ശബ്ദം കെട്ടുന്ന ദിശയിലേക്ക് നടന്നു. കണ്ണുപോലും ശരിക്കും തുറക്കാതെ അവിടെ കണ്ടയാളെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ച് പുറത്ത് തലവെച്ചു. അമ്മേ, ചായ. മോൾക്ക് വിശക്കുന്നു. അമ്മയുടെ ഫീൽ കിട്ടാതെ വന്നപ്പോൾ അവളെ കൈവച്ച് പരതി നോക്കാൻ തുടങ്ങി. അവന്റെ ഉരുക്കു പോലുള്ള നെഞ്ച് കൈവച്ചപ്പോൾ അവൾക്ക് എന്തോ പന്തികേട് മണത്തു. അമ്മ എപ്പോ മുതലാ ജിമ്മിൽ പോയതു? കണ്ണു തുറന്നവൾ കാണുന്നത് വിശാലമായ ഷോറൂം പോലുള്ള പുറമാണ്. ഞെട്ടി പിന്നിലേക്ക് മാറി അവൾ ആ രൂപത്തിനെ അടിമുടി നോക്കി. എന്നിട്ടൊരു അവിഞ്ഞൊരു ചിരി കൊടുത്തു. ഈശ്വരപ്പോന്നു. അവന്റെ നോട്ടം കണ്ട് അവള് നാക്ക് കടിച്ച് അവനൊരു കപ്പിലെ കോഫി അവൾക്ക് നേരെ നീട്ടി. അവളത് വാങ്ങി. ഇന്നലെ എന്താ നടന്നത്? ഒരു മുഖവരെയും കൂടാതെ തന്നെ അവൻ ചോദിച്ചു. ഇവിടെ വന്നതിന് ശേഷമുള്ളത് CCTV കാണുമല്ലോ. ഞാൻ പാർട്ടിക്ക് പോയപ്പോൾ ഉള്ളതാ ചോദിച്ചത്. ഒരു ഡ്രിങ്ക്സ് കുടിച്ചത് മാത്രമേ എന്റെ ഓർമ്മയിലുള്ളൂ. അത് കേട്ടപ്പോൾ നിലയുടെ മുഖം ഗൗരവം നിറഞ്ഞതായി മാറി. തലേന്ന് രാത്രിയിലെ കാര്യങ്ങൾ അവൾ ഓർത്തു. ഒരു ഫോൺ കോൾ വന്നത് കണ്ട് പുറത്തേക്ക് പോവുകയായിരുന്നില്ല. കോള് കഴിഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോഴാണ് ആരുടെയോ അടക്കി പിടിച്ച സംസാരം അവൾ ശ്രദ്ധിച്ചത്. അതിൽ ഈശ്വർ എന്ന് മാത്രം അവൾ വ്യക്തമായി കേട്ടു. അവൾ കൂടുതൽ അവിടേക്ക് ശ്രദ്ധിച്ചു. നീ നോക്കിക്കോ, നാളെ മുതൽ ഈശ്വർ എന്റെ മാത്രമാണ്. അച്ഛനിപ്പോ അവളെ മയക്കി കിടത്തിട്ടുണ്ടാവും. അവന് നല്ല ഉഗ്രൻ ഡോസാണ് കലക്കി കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്നെപ്പോലെ ഇത്രയും സുന്ദരിയും ഓട്ടുവായൊരു പെണ്ണെ അടുത്ത് കിട്ടിയ അവനൊന്നും നോക്കില്ലേ. രാവിലെ മാത്രമേ ചെയ്തത് എന്താണെന്ന് അവന് ബോധം വരും. അപ്പോഴേക്ക് ഒരുപാട് വൈകിയിരിക്കും. പിന്നെ അവൻ എനിക്ക് സ്വന്തമാകും. ലാവണ്യ അവളുടെ കൂട്ടുകാരിയോട് പറയുന്നത് കേട്ട് നിലനെട്ടി അവൾ ഓടി അകത്തേക്ക് വന്നു. ഈശ്വരനെ നോക്കി നടന്നപ്പോൾ ഒരു മുറിയിൽ നിന്നും ലാവണ്യയുടെ അച്ഛൻ ഇറങ്ങി വരുന്നത് കണ്ടു. അയാൾ പോയതും അവൾ ആ മുറിയിലേക്ക് കയറി. ഈശ്വർ മയങ്ങി വീഴുന്നതാ അപ്പോൾ അവൾ കണ്ടത്. ഒന്നും നോക്കാതെ വേഗം അവൻ ഒരുവിധം പൊക്കിയെടുത്ത് കുറച്ച് സാവകാശം കിട്ടാൻ അവന്റെ കോട്ടൂരി സൈഡിലിട്ട് പുതപ്പിന്റെ അടിയിൽ തലയണയും വെച്ച് അവനെയും കൊണ്ടിറങ്ങി. പടിയിൽ തട്ടി ഈശ്വർ വീഴാൻ പോയി. അവളുടെ മുഖം ചുളിഞ്ഞു. ഒരുവിധം താങ്ങിയെടുത്ത ഇവിടെ എത്തിച്ചത്. തന്തയും മോളും രണ്ടും കൽപ്പിച്ച. ഇന്നലെ ചെറിയൊരു അശ്രദ്ധയുണ്ടായി. അതിനും ഉണ്ടായില്ല. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഡ്രഗ്സിന്റെ കാര്യം അറിഞ്ഞിട്ടും എന്ത് ധൈര്യത്തിലാ നീ ഇന്നലെ എന്റെ അടുത്ത് നിന്നത്? ഈശ്വർ സംശയത്തോടെ ചോദിച്ചു. അവളൊന്ന് ചിരിച്ചു. കോഫിയിൽ നിന്നൊരു സിപ്പ് എടുത്തിട്ട് പറഞ്ഞു. ഭയമുണ്ടായിരുന്നു സോഫയിൽ വെച്ച് എന്നെ ചേർത്ത് പിടിച്ചപ്പോ. എന്നാ തൊട്ടടുത്ത നിമിഷം അത് മാറി. അതെങ്ങനെ? ഇന്നലെ ഞാൻ നിന്നിൽ കണ്ടത് അമ്മയെ നഷ്ടപ്പെട്ടൊരു കുഞ്ഞിനെയായിരുന്നു. എന്നെ അമ്മയായ നീ കണ്ടത്. അവന്റെ കണ്ണീ നോക്കി പറഞ്ഞതു. അവന്റെ ഭാവം മാറി. അത്രയും നേരം ഉണ്ടായിരുന്ന ശാന്തഭാവം ഞൊടിയിടയിൽ ചെകുത്താൻ്റെതായി മാറിയിരുന്നു. അത് നില പെട്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഈശ്വർ അവൾ കണ്ടു. കൈ ചുരുട്ടി മുറുക്കി പിടിച്ച് കഴുത്തിലെയും നെറ്റിയിലെയും നരമ്പ് വലിഞ്ഞു മുറുകുന്നതും അവൾ അവന്റെ കൈ പിടിച്ചു. എന്താണ് കൊടുന്നതിന് തന്നെ അവനത് കുടഞ്ഞെറിഞ്ഞു. പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് തന്നെ നില ബാലൻസ് ചെയ്ത് താഴേക്ക് വീണു. സ്വബോധത്തിൽ വന്നപ്പോ നിലത്ത് നിന്ന് എഴുന്നേക്കുന്ന അവളെ കണ്ടു. എഴുന്നേൽപ്പിക്കാൻ ചെന്നപ്പോഴാണ് അവളുടെ ഇടുപ്പിലെ കരുനീലിച്ച പാടവൻ ശ്രദ്ധിച്ചത്. ഇതെന്തു പറ്റി? ആരാ തന്നെ ഇന്നലെ ഉപദ്രവിച്ചത്? അവൻ ഇടുപ്പിലെ പാടി കൈവച്ച് ചോദിച്ചു. ഇന്നലെ വീഴാൻ പോയപ്പോ
ഈശ്വർ മുറുക്കി പിടിച്ച് എവിടെയായിരുന്നു. അവൾ പറഞ്ഞപ്പോൾ അവനിൽ ചെറിയൊരു വിഷമം ഉണ്ടായി. അവിടെ ഒരു ഉൾപ്രേരണയാൽ പതിയെ തഴുകി ഫ്ലവർവേഴ്സ് താഴെ വീഴ് പൊട്ടുന്ന ശബ്ദമാണ് അവരെ ഉണർത്തിയത്. മുന്നിൽ പകച്ചു നിൽക്കുന്ന അഖിൽ. അപ്പോഴാണ് അവർക്കും ബോധം വീണത്. അവൻ അവളുടെ ഇടുപ്പിൽ നിന്നും കൈവലിച്ചു. ഇല്ല, ഞാനൊന്നും കണ്ടിട്ടില്ല. അവൻ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു. ദാ, നീ എന്തൊക്കെയായി പറയുന്നത്? ഇവിടെ ഒന്നും നടന്നിട്ടില്ല. അഖിൽ ചേട്ടാ, എന്താ ഇത്? അവൾ പെട്ടെന്ന് തന്നെ അവന്റെ അരികിലേക്ക് വന്നു. ഞാൻ നിന്നെ തിരക്കി വന്നതാ. നീ ഫോൺ എടുക്കുന്നില്ലെന്ന് ആന്റി വിളിച്ചു പറഞ്ഞു. അയ്യോ, എന്റെ ഫോൺ ഈശ്വറിന്റെ റൂമിലാ. ഇന്നലെ നമ്മൾ കിടന്നപ്പോഴേ സൈലന്റ് ടീപ്പോയിൽ വെച്ചതാ. ഫോണാണെങ്കിൽ സൈലന്റും. അത്രയും പറഞ്ഞു കഴിഞ്ഞാണ് അവൾ ഓർത്തത്. തിരിഞ്ഞു നോക്കിയപ്പോ അന്തം വിട്ട് നിൽക്കുന്ന ആക്കിയെ കയ്യെ കെട്ടിയ കൊന്ന് കറി വെക്കുന്ന രീതിയിൽ നോക്കുന്ന ഈശ്വരനെയും കണ്ടപ്പോ അവൾ വെളുക്കി ചിരിച്ചിട്ട് അകത്തേക്കോടി. അവൻ ഹിഷിയുടെ നെറ്റിയിൽ കൈവച്ച് നോക്കി. പനിയൊന്നുമില്ലല്ലോ, പിന്നെന്തു പറ്റി? തലക്കന് വില കിട്ടിയോ? എന്തോ നടപ്പില്ലേ? അല്ല, നീ ഇങ്ങനെയൊന്നും ആരുടെ മുന്നിൽ നിൽക്കാറില്ല. അല്ല, നിലയുടെ മുന്നിൽ നിൽക്കുന്നു. അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ഇവിടെ ഇന്നലെ നടന്നത് എന്തെന്നാ? അല്പം നേരത്തെ മൗനത്തിന് ശേഷം അവൻ നടന്നത് മുഴുവൻ പറഞ്ഞു. ഓ, ഇന്നലെ നില കണ്ടില്ലായിരുന്നെങ്കിൽ ആ ജന്തുവിനെ ഞാൻ ഏട്ടത്തിന്ന് വിളിക്കേണ്ടി വന്നേനെ. ഇവിടെ നടന്നതൊക്കെ ഞാൻ CCTV കണ്ടോളാം. അതും പറഞ്ഞ് അവനകത്തേക്കൂടി അവൻ പോയപ്പോ നിലയുടെ വാക്കുകളിൽ അവൻ ഉടക്കി നിന്നു. അമ്മയ്ക്ക് പകരം മറ്റൊരാളോ? ഇല്ല. അവൻ പതിവ് പരിപാടികളിൽ ഏർപ്പെട്ടു. നിലയെ അകി വീട്ടിൽ കൊണ്ടാക്കി ഓടിപ്പാഞ്ഞുകൊണ്ട് നില ഓഫീസിലേക്ക് വന്നു. സൂര്യയോട് നടന്നതെല്ലാം വിശദീകരിച്ചു. പെട്ടെന്നാണ് അവളെ അകി വിളിപ്പിച്ചത്. അവൾ പോയതും നിലയുടെ ഫോൺ റിങ് ചെയ്തു. ഹലോ, നില ചേച്ചിയല്ലേ? അതെ, ആരാണിത്? ഞാൻ സൂര്യ. നീ എന്നെ എന്നു മുതലാടി ചേച്ചിയെന്ന് വിളിക്കാൻ തുടങ്ങിയത്? അതുമല്ല, നിന്റെ ശബ്ദത്തിൽ എന്തു പറ്റി? പാറപ്പുറത്ത് ചിരട്ട വരയ്ക്കുന്ന ശബ്ദത്തിന് പകരം ഇത് നല്ല ശബ്ദമാണല്ലോ. അതും പറഞ്ഞ് അവൾ മുന്നോട്ട് നോക്കിയപ്പോ ചിരിച്ചപ്പോ തറപ്പിച്ചു നിൽക്കുന്ന സൂര്യയെ കണ്ടു. നീ എവിടെയാണെങ്കിൽ ഇതേത് സൂര്യ? അപ്പോഴും അവൾ നിലയെ തറപ്പിച്ചു നോക്കുന്നുണ്ട്. ഹലോ, ഇതാരാണ്? ചേച്ചി, ഞാൻ സൂര്യ. ഈശ്വരേട്ടൻ വിളിക്കാൻ പറഞ്ഞിരുന്നു ജോലിക്ക് വേണ്ടി. ഓക്കേ, അത് കുട്ടിയായിരുന്നോ? നാളെ വന്നോളൂ ഓഫീസിലേക്ക്. ഇന്ന് വന്നാ കുഴപ്പമുണ്ടോ? ഞാൻ വെളിയിൽ നിൽപ്പുണ്ട്. ആഹാ, എന്നാ കയറി വാ. അവൾ ഫോൺ കട്ട് ചെയ്തു. അപ്പോഴാണ് സൂര്യ ശ്രദ്ധിച്ചത്. തുടരും.